ഹായ് പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും SSLC പരീക്ഷയുടെ അവസാനവട്ട തയ്യാറെടുപ്പിലായിരിക്കും. എല്ലാവർക്കും ആദ്യം തന്നെ വിജയാശംസകൾ നേരുകയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി, ഹാൾ ടിക്കറ്റ് എഴുതാനുള്ള 2 പേന, അതായത് ഒരേ കളറുള്ള 2 പേന, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുടങ്ങി പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും മറക്കാതെ തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കുക. രാവിലെ തിരക്കിട്ട് അത് മറന്നു പോവാനോ അല്ലെങ്കിൽ രാവിലെ ഒരു ഹരിബറി ആവാനോ നിൽക്കാതെ തലേ ദിവസം രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. രണ്ടാമത്തത്, തലേ ദിവസം നേരത്തെ തന്നെ ഉറങ്ങുക. ഉറക്കമൊഴിച്ച് ഉള്ള പഠനം തലേ ദിവസം ഒഴിവാക്കുന്നതാണ് നന്നാവുക. അത് പിറ്റേ ദിവസം എക്സാം എഴുതുന്നതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം സ്വസ്ഥമായിട്ട് നന്നായിട്ട് നേരത്തെ തന്നെ നന്നായിട്ട് ഉറങ്ങുക. മൂന്നാമത് പറയാനുള്ളത്, എക്സാമിൻ്റെ കൂൾ ഓഫ് ടൈം വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക. ഏതൊക്കെ ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് ആ ഒരു ടൈമിൽ തന്നെ ഉറപ്പിക്കുക. കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൂൾ ഓഫ് ടൈമിൽ ഏത് ക്വസ്റ്റ്യനാണ് ഞാനത് എഴുതേണ്ടത് എന്നുള്ളത് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി നന്നായിട്ട് എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ഈ ടൈമിൽ തന്നെ തിരഞ്ഞെടുത്ത് വെക്കണം. നാലാമത്, രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ ശ്രദ്ധയോടെ തന്നെ പൂരിപ്പിക്കുക. ടെൻഷൻ അടിച്ച് പെട്ടെന്ന് എഴുതി തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കി ക്ഷമയോട് കൂടിയിട്ട് ആ ഒരു ഫ്രണ്ട് ഷീറ്റ് പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് സമയമാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കണം. വാച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും എത്ര സമയം എടുക്കാമെന്ന് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ, 4 മാർക്കിന് ക്വസ്റ്റ്യൻ, 6 മാർക്കിന് ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വാരി വലിച്ചെഴുതി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് സമയം വളരെ ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക. 2 മാർക്കിൻ്റെയൊക്കെ കറക്റ്റ് പോയിൻ്റ് എഴുതിയാൽ മതിയാവും. അടുത്തത്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ 1-ാമത്തെ പേജ് മാക്സിമം വൃത്തിയായിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അത് വാല്യൂ ചെയ്യുന്നവരെ ആ ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ അത് നിങ്ങളെ മാർക്കിനെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് ഫസ്റ്റ് പേജ് മാക്സിമം വൃത്തിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്മാർട്ട് വാച്ച് റൂമിൽ അലൗഡ് അല്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ അതൊന്നും കരുതി അവസാനം ഒരു ടെൻഷനാവാൻ നിൽക്കരുത്. അടുത്തത്, അഡീഷണൽ ഷീറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ കൂടെ മെയിൻ ഷീറ്റ് നൂലുപയോഗിച്ച് കെട്ടേണ്ടതാണ്. സാധാരണ അഡീഷണൽ ഷീറ്റ് വാങ്ങിയാലാണ് നമ്മൾ നൂലുപയോഗിച്ച് കെട്ടാറുള്ളത്. എന്നാൽ ഇത് അഡീഷണൽ ഷീറ്റ് വാങ്ങിയില്ലെങ്കിലും മെയിൻ ഷീറ്റ് നൂലുപയോഗിച്ച് നന്നായിട്ട് കെട്ടേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേടുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.